ഇതെൻ്റെ ഒരു പഴയ സാരിയാണ് കേട്ടോ. പഴയതെന്ന് പറഞ്ഞാൽ അത്രയും വലിയ പഴക്കമൊന്നുമില്ല. 2018 ഉള്ളൊരു സാരി. ആ സാരിയുടെ ഈ വർക്ക്, ഈ സാരി 2 പ്രാവശ്യം മറ്റേ ഞാൻ ഉടുത്തിട്ടുള്ളൂ ആകെ. ഒരു കല്യാണത്തിന്. പിന്നെ എനിക്ക് ഈ ഇങ്ങനത്തെ നീല അത്ര ചേർച്ചില്ല. ഇതിൽ കാണുന്ന ലൈറ്റ് കളറല്ല, ഇതിന് ഡാർക്ക് കളറാണ്. ഈ സാരി ഞാൻ ഉടുത്തിട്ടുള്ള ഫോട്ടോയിലായാലും എനിക്കൊരു ചേർച്ച തോന്നില്ല. ഞാനിപ്പോഴാണ് ഈ സാധനം ശ്രദ്ധിക്കുന്നത്. ഈ വർക്ക് നല്ല ഗോൾഡൻ മുത്തുകൾ. ഇപ്പോൾ ഒരു ഐഡിയ. ഇത്തിരി പണിയുണ്ട് ഇതെല്ലാം പറിച്ചെടുക്കാനായിട്ട്. ഇതെല്ലാം അങ്ങോട്ട് പറിച്ചെടുത്തിട്ടേ ഞാൻ മാല കോർത്തിടാൻ വിചാരിച്ചിരിക്കുക. കണ്ടാ നല്ല ഭംഗിയിൽ കാണാനായിട്ട്. ശരിക്കും സ്വർണത്തിൻ്റെ മുത്ത് മാതിരിയുണ്ട്. പിന്നെ ഈ കാണുന്ന മുത്തുകളില്ലേ, ഇതൊക്കെ ഇതുകൊണ്ടും ഒരു പണിയുണ്ട്. എൻ്റെ ഒരു ബ്രൗൺ, എൻ്റെ പേര് എന്താ ഗാർണൈറ്റോ അങ്ങനെ എന്തോ പേരുള്ള മുത്തുണ്ട്. അതിൽ ഗോൾഡൻ ഒറിജിനൽ സ്വർണത്തിൻ്റെ കുറച്ച് മുത്തുകൾ ഒരു 9 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പറിച്ചിട്ട് അതിൻ്റെ ഓരോ മണിയുടെ ഇടയിലും ഇത് ഓരോന്ന് കോർത്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഇത് അലർജി ഉണ്ടാക്കുന്നറിയില്ല, പക്ഷേ ഇതെനിക്ക് തോന്നുന്നേ നമ്മൾ പണ്ടൊക്കെ മാല ഇടാറില്ലേ, ആ ഒരു മാതിരി ചില്ലിൻ്റെ അതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇട്ട് പൊളിക്കണം. എന്തായാലും ഈ സാരി ഒരു തവണ ഞാൻ ഉടുത്ത് വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഞാനും ഡാഡിയും കൂടി, എൻ്റെ തങ്കപ്പേട്ടനും കൂടി ഇരിക്കുന്ന ആ ഫോട്ടോയിൽ സാരി ഉണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ഈ സാരി, ഈ സാരിയുടെ വർഷം 1989 വാങ്ങിച്ച സാരി. അത് 36 വർഷം. അതായത് ആ പച്ച സാരിയേക്കാളും ഇലയതാണ്. എനിക്ക് വയലറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണ സാരി ആക്കണമെങ്കിൽ വയലറ്റ് ആക്കണം എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അങ്ങനെ ഒരു കല്യാണമായിട്ടുള്ളതൊന്നും നടന്നിട്ടില്ല. ഞങ്ങളുടെ ലവ് മാരേജ് ഒരു അങ്ങനെ വിശദമായിട്ടൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ എടുത്തൊരു സാരിയാണത്. ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 150 രൂപ ഈ സാരി. ഇത് സാധാ ഒരു സാരി കേട്ടോ. എന്താ ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽ. നീല കളറല്ല കേട്ടോ, നല്ല വയലറ്റാണ് ഇതിൻ്റെ കളറ്. ഈ ഫോട്ടോയിൽ കാണുമ്പോൾ നീല പോലെ കാണുന്നത്. അപ്പം ഇതിന് നീളമൊന്നുമില്ല, നീളം കുറവാണ്. ബ്ലൗസിന് മുറിച്ചെടുത്തതിന് ഇപ്പോൾ നീളം കുറഞ്ഞു എന്നാണ്. അപ്പോൾ ഇതിട്ടുകൊണ്ട് മിക്കവാറും ഞാൻ ഗംഗേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാണാമേ. അപ്പോൾ ഈ സാരിയുണ്ട്, പിന്നെ ഈ സാരി, പിന്നെ ഈ മുത്തുകളെല്ലാം കോർത്തുകൊണ്ടൊരു പരിപാടി.